ശ്രീ ആന്റോ തിരുമറി തെളിയുമോ? ഇതൊക്കെ എന്ത് എന്നുള്ള നിലപാടാണ് ബി ജെ പിക്ക്. ഞങ്ങൾ ഇതൊക്കെ ചെറുത് എന്നുള്ള നിലപാടാണ്. പക്ഷേ പി സി ജോർജ് ഇതിനകത്ത് കുറ്റം പറയുന്നില്ല കേട്ടോ. കാരണം എന്താ അറിയോ, കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും ഇതിനാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം ബി ജെ പി കേന്ദ്ര നേതൃത്വം 450 കോടി എങ്ങാണ്ടാണ് കേരളത്തിലേക്ക് കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പം അത്രയും പൈസ എതിലെ പോയി എന്നുള്ളത് ആർക്കും അറിയില്ല. എല്ലാ സ്ഥാനാർത്ഥികളോടും ഇപ്പോൾ അവിടുത്തെ മേഖലാ സെക്രട്ടറി വനം പ്രസിഡന്റുമാരൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, മറ്റവിടുത്തെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുക എന്നുള്ളതല്ലാതെ ഒന്നും പിന്നെ ഇത് അതാത് സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നാണ്. ഇപ്പോൾ ഈ സജി കുരിക്കാടിൻ്റെ അടുത്ത് പണം കിട്ടിയെന്നാണല്ലോ. സജി കുരിക്കാട് കുറേ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്, അവിടുന്ന് പിന്നെ താഴേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് അവിടെ അതാണ് പുള്ളി പറഞ്ഞ ഇത് 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 ഈ പൈസ കിട്ടി കാറ് മേടിച്ചവനൊക്കെ കാർ ഇടിക്കുക എന്നുള്ള നിലയ്ക്കാണ് പി സി ജോർജ് പറയുന്നത്. മുടിഞ്ഞു പോകുന്നതാണ്, ശപിക്കുകയാണ്, ഞാൻ അറിഞ്ഞ് ശപിക്കുക എന്ന് പറയുന്നത് പോലെ പുള്ളി പറയുകയാണ്. പക്ഷേ ഈ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് ഈ ബി ജെ പിയിലേക്ക് വരുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എന്ന് പറയുന്നത് പണമായിരിക്കും. പണവുമായി ബന്ധപ്പെട്ട് വലിയ കുറച്ച് വോട്ട് കിട്ടിയില്ലെങ്കിലും കുറച്ച് പണം കൊടുത്ത് വോട്ട് മേടിക്കാം എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് വരുന്നത്. അതാണ് ഈ പി സി ജോർജ് ഭയങ്കരമായിട്ട് ഉള്ളിൽ കൊണ്ടത്. കാരണം എന്തുകൊണ്ടാണ് പറഞ്ഞാൽ പണവുമായി ബന്ധപ്പെട്ട് ഒരു വോട്ട് പോലും കിട്ടിയില്ല. പുള്ളിക്ക് കിട്ടേണ്ട വോട്ട് 38,000 വോട്ടോ 36,000 വോട്ടോ കണ്ടാണ് പുള്ളിക്ക് കിട്ടിയത്. അത് കിട്ടി പുള്ളിക്ക്. അതിനപ്പുറത്തേക്ക് ഒരു വോട്ട് പോലും കിട്ടിയില്ല. അപ്പോൾ ഈ പണം എവിടെ പോയി എന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇന്ന സ്ഥലത്തൊന്നും കൊടുത്തിട്ടില്ല. അത് ആ മനസ്സിൽ വന്ന കാര്യം അവിടെ അങ്ങ് പറഞ്ഞു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളോടും നമ്മൾ സെപ്പറേറ്റ് വിളിച്ച് ചോദിച്ചോളൂ എത്ര പൈസ മുടക്കി. ഭയങ്കര പൈസ മുടക്കി, പക്ഷേ വോട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയും. പക്ഷേ അത് പൈസ മുടക്കിയിട്ടില്ല. അതിതൊക്കെ അടിച്ചു മാറ്റി പോവുകയാണ് പൈസ മുഴുവൻ. ഇപ്പം ഈ പാലക്കാട് നമ്മൾ എന്താ കണ്ടത്, സാരി കൊടുക്കാം, പിന്നെ പൈസയും കൊടുക്കും, സാരിയും കൊടുക്കും, പൈസയും കൊടുക്കും. തൃശ്ശൂർ വന്നപ്പോൾ അത് സാരി, പിന്നെ തൃശ്ശൂർ വന്നപ്പോൾ വോട്ടിന് കിറ്റായി, ഓരോ കിറ്റ് കൊടുക്കും വോട്ടിന്. അപ്പം ഇതെന്ന് പറയുന്നത് പറയുമ്പോൾ വലിയ സംഭവമായിരിക്കുമെങ്കിലും ഇത് വളരെ ചെറിയ പൈസ മതി. കാരണം ബി ജെ പിനെ സംബന്ധിച്ചിടത്തോളം ഒരു 500-1000 കിറ്റ് കൊടുത്താൽ തന്നെ 2000 കിറ്റ് കൊടുത്താൽ തന്നെ ഒരു പെർസെപ്ഷൻ വരുമല്ലോ, കുറേ കിറ്റ് കൊടുത്തു എന്നുള്ള പെർസെപ്ഷൻ വരും. ബാക്കി മുഴുവൻ അങ്ങനെ അടിച്ചിട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്തത്. ഇത് പിന്നെ ആരോടാണ് ഇത് പറയുന്നത്? ഇത് രാജീവ് ചന്ദ്രശേഖരനോടാണ് ഇത് പറയേണ്ടത്. അതാണ് ഇദ്ദേഹത്തിന് മൊത്ത കച്ചവടക്കാരൻ പുള്ളിയാണ്. അതുകൊണ്ട് പുള്ളിനോട് ഇത് പോയി പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ പുള്ളി ഈ പിന്നെ ബി ജെ പിനെ ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഇപ്പം വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ബി ജെ പി കോർപ്പറേറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ടാക്കി അതിൻ്റെ MD ആയിട്ട് പുള്ളി ഇരിക്കുകയാണ്. 2 സെക്രട്ടറിമാരെയും വെച്ച് പുള്ളി അത് കൈകാര്യം ചെയ്യണം. ഓഫീസിലേക്ക് കയറണമെങ്കിൽ തമ്പ് ഇംപ്രഷൻ വേണം, ഫേസ് ID ഉണ്ടെങ്കിലൊക്കെ ഓഫീസിലേക്ക് കയറി വരാം. ഒരു ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്ന ബി ജെ പിയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലണമെങ്കിൽ തമ്പ് ഇംപ്രഷനുള്ള ആൾക്കാർക്ക് പ്രസിഡന്റിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഏത് സംസ്ഥാന ഓഫീസിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം എല്ലാം അടച്ചുപൂട്ടി ഭദ്രമാക്കി. അതാണ് ബി ജെ പിൻ്റെ നേതാക്കന്മാർ പറയുന്നത്. അത് പഴയ ഒരു സംവിധാനമൊക്കെ മാറി ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ശൈലിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആരൊക്കെയാണ്, എവിടേക്കാണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊന്നും അറിയില്ല. പുള്ളിക്കാണെങ്കിൽ പുള്ളി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചല്ലാതെ വേറെ സംസ്ഥാനത്തിൽ ഒരു ഭാഗത്തേക്കും പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? സംഭവിച്ചെന്ന് പറയുന്നത് ഇത്രയും പണം പുള്ളി തന്നെ കൈകാര്യം ചെയ്തു, പുള്ളീൻ്റെ ആൾക്കാരെ വെച്ച് തന്നെ എല്ലാ സ്ഥലത്തും കൈകാര്യം ചെയ്തു എന്നുള്ളതല്ലാതെ ബി ജെ പിയുടെ അണികളിലേക്ക് പണം എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഈ പണത്തെക്കുറിച്ച് പറയുമ്പോൾ 40 ലക്ഷമാണല്ലോ ഒരു മണ്ഡലത്തിൽ ചിലവഴിക്കാൻ പറ്റുന്ന പണം. ഈ 40 ലക്ഷമാണോ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ചെലവഴിക്കുന്നത്? ഏതെങ്കിലും പാർട്ടി 40 ലക്ഷം മുടക്കിയിട്ടാണോ? ഒരു മിനിമം ചിലപ്പോൾ ഒരു 1.5 കോടിയൊക്കെ റേഞ്ചിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ ഇത് 3 ഇരട്ടി 4 ഇരട്ടി എന്നുള്ള നിലയിലേക്ക് ബി ജെ പി വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 4 ഇരട്ടി 3 ഇരട്ടിയൊക്കെ വരുന്ന സമയത്ത് അത് ഇവിടെ മുടക്കിയാലല്ലേ വോട്ട് കിട്ടുള്ളൂ. അതൊരിക്കലും മുടക്കാറില്ല ബി ജെ പി. അപ്പം നേരത്തെ സ്മൃതിവേണം പറഞ്ഞപ്പോൾ ഞാനതാണ് പറഞ്ഞത്. കാരണം എന്താ പറഞ്ഞാൽ ഈ കേന്ദ്രം കണക്കെടുക്കുന്നത് എന്താ അറിയോ, ഈ വർഷം ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ഏറ്റവും ലാഭം കിട്ടിയ ആളാരാണ്, ഏത് നേതാവിനാണ് കിട്ടിയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ അവരുടെ കാര്യം അവിടെ ചീട്ട് കീറിയ പോലെയാണ് കണക്കാക്കപ്പെടുക. അതോടുകൂടി അടുത്ത ഇലക്ഷന് ഒരു പുരുഷഘടന വരും, അവൻ ഔട്ടാവും. ആ രീതിയിലാണ് ബി ജെ പി എല്ലാം പോകുന്നത്. അല്ലാതെ ഇത് ആർക്ക് കൊടുത്തു അത് പിടിച്ചെടുക്കുക എന്നുള്ളതും പ്രാക്ടിക്കലായ കാര്യമില്ല. ഇതെല്ലാം കള്ളപ്പണമാണ്. ഇവിടെ ED അന്വേഷിക്കാൻ പറ്റില്ല, CBI അന്വേഷിക്കാൻ പറ്റത്തില്ല, ഇൻകം ടാക്സ് അന്വേഷിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊന്നും അന്വേഷിക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇതിപ്പോൾ ആർക്ക് കിട്ടിയെന്ന് അറിയാതെ മാത്രമേ കേന്ദ്ര സർക്കാർ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാതെ ഇത് പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമൊന്നുമല്ല. പിന്നെ പരാതി കൊടുത്താൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇപ്പോൾ നിങ്ങൾ ആർക്കാണ് പരാതി കൊടുക്കാൻ പോകുന്നത്? കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ട കേസാണ്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസോ അല്ലെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചെലവുമായി ബന്ധപ്പെട്ട കേസോ, രണ്ടും കേന്ദ്രമാണ് അന്വേഷിക്കേണ്ടത്. ഇവരന്വേഷിക്കുമോ? ഇത് അന്വേഷിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു ധൈര്യം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ പറയാം എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നുമില്ല. പക്ഷേ ഇത് എങ്ങനെയാണിത് അറിയുക? പക്ഷേ ഞാൻ വിചാരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ നേതാക്കന്മാർ വന്ന് അന്വേഷണം നടത്തുന്ന സമയത്ത് അവർക്ക് കറക്റ്റ് മനസ്സിലാവും ഇത് ഏത് രീതിയിലാണ് പോയിട്ടുള്ളത്, എങ്ങനെയാണ് പോയിട്ടുള്ളത്. എല്ലാവരുടെയും മൊഴിയെടുത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് അവർ പോയി അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അത് എല്ലാ പ്രാവശ്യവും ഉണ്ട് കേട്ടോ. നമ്മൾ പ്രത്യക്ഷത്തിലില്ലെങ്കിലും അത് കഴിഞ്ഞ് പുനഃസംഘടന കഴിയുമ്പോൾ ആ നേതാവ് അടി കൂടെ പോകുന്നത് കാണാം. നിങ്ങൾ മുൻപോട്ടുള്ള ചരിത്രം നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ വിവരം പുറത്തേക്ക് പറഞ്ഞ ആളെ പുറത്താക്കി. അല്ല, അത് ഇദ്ദേഹത്തിനല്ല പുറത്താക്കാനുള്ള പവർ.
കാരണം ഇദ്ദേഹത്തിന് പുറത്താക്കാൻ പറ്റുന്ന ആൾക്കാരുടെ പിന്നെ അതല്ല പറഞ്ഞത്, പരാതിയില്ല, അന്വേഷണമില്ല, പ്രശ്നമൊന്നുമില്ല, ഇതൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തു, ഞങ്ങൾ തന്നെ നടപ്പിലാക്കി, നമ്മളെ തീർന്നു എന്നുള്ള നിലയ്ക്കാണ് പുള്ളി പറഞ്ഞത്. കാരണം എന്താ, പുള്ളിയിലാണ് ഈ പ്രശ്നം. കാരണം ഈ പൈസ കൈകാര്യം ചെയ്ത ആരാ? ഇത്രയും നാളും RSSനൊക്കെ അതിൻ്റെ അത് RSSൻ്റെ സംഘടനാ ചുമതലയിലെ സെക്രട്ടറി ഉണ്ടായിരുന്നു ഇത്രയും നാളും BJP-യിൽ. ഇപ്പോൾ സംഘടനാ ചുമതലയിലെ സെക്രട്ടറി ഇല്ല BJP-യിൽ. കാരണം RSSന് അതിനൊരു ബന്ധമില്ല, നിങ്ങൾ എന്തിനും കാണിക്കുക എന്നുള്ള നിലയ്ക്കാണ് കേരള RSSനെ ഇതിനെ കാണുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സംഘടനാ ചുമതലയിലെ സെക്രട്ടറിമാരില്ല, ഇലക്ഷൻ നിയന്ത്രിക്കാൻ പോലും സംഘടനാ ചുമതലയിലെ സെക്രട്ടറി ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവരത് കൈകാര്യം ചെയ്യാൻ ഈ രീതിയിലാണ് കൊണ്ടുപോകുന്നത് ഇവർക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നില്ല PC ജോർജിനെ മാത്രം കുറ്റമായിട്ട് ഇതിനെ കാണണ്ട. കാരണം ഇത് മൊത്തമായിട്ടുള്ള കുറ്റമാണ്. അത് മാത്രമല്ല PC ജോർജിന്റെ വെളിപ്പെടുത്തൽ PC ജോർജ് അത് PC ജോർജിന്റെ സ്വതസിച്ച ശൈലിയിൽ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനൊക്കെ ഏറ്റവും വലിയ രസം അറിയോ, ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഒരുത്തരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പിടിച്ച് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തമുള്ള ആൾ അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. കൊടിയുടെ ആരോപണമായാലും GST തട്ടിപ്പും ഇതെല്ലാം തന്നെ അതിനകത്ത് നിന്ന് പുറത്തു വന്ന വിവരങ്ങളാണ്. അല്ല, എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. BJP-നെ സംബന്ധിച്ചിടത്തോളം BJP-യിലെ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പടലപ്പണക്കം കൊണ്ടാണ്. ഇത്രയും നാൾ 2 ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ 2 ഗ്രൂപ്പോട് ഒന്നിച്ച് വേറൊരു ഗ്രൂപ്പ് വന്നു. ഇപ്പം അതാണ് ഈ പ്രസിഡന്റ്. കാരണം ഇത് പ്രസിഡന്റിൽ പറഞ്ഞാൽ പ്രസിഡന്റ് ഓറിയന്റഡ് പാർട്ടിയാണല്ലോ, അതിൻ്റെ കീഴിലേക്കാണല്ലോ ഈ സംവിധാനം മുഴുവൻ നടന്നു പോകുന്നത്. അപ്പോൾ ആരാണോ പ്രസിഡന്റ് വരുന്നത് അവർക്കൊരു ഗ്രൂപ്പ് പെട്ടെന്നുണ്ടാവും. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ BJP-നെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. BJP നേതൃത്വം പിടിച്ച് അങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ BJP-ന്റെ അണികളെയോ അല്ലെങ്കിൽ നേതാക്കന്മാരോ വേണം. കേരളത്തിലെ BJP-ന്റെ ജില്ലാ പ്രസിഡന്റുമാരെ അടക്കം സുരേന്ദ്രൻ വെച്ചിട്ട് പോയ ആൾക്കാരാണ് മുഴുവൻ ആൾക്കാർ. അതിൻ്റെ ഓഫീസിലെ ചുമതല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനേ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പാർട്ടി പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഇലക്ഷനിൽ തന്നെ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ വിജയം കിട്ടി എന്നും പറയാൻ കഴിയുന്നില്ല. കാരണം ഈ 3 മണ്ഡലം എന്ന് പറയുന്നത് അവർ ഉറപ്പിച്ച മണ്ഡലങ്ങൾ തന്നെയാണ്. വോട്ട് ഷെയർ വലിയ രീതിയിൽ കുറവ് വന്നു കേരളത്തിൽ. അതാണ് പറഞ്ഞത്, കേരളത്തിൽ BJP പിന്നോട്ട് പോവുകയും ഈ പറഞ്ഞവർക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരുന്ന 2-3 മണ്ഡലം കിട്ടി എന്നുള്ളതിനൊക്കെ അപ്പുറമില്ല. മണ്ഡലങ്ങളല്ലല്ലോ, പക്ഷെ നോക്കൂ, കോർപ്പറേഷൻ പിടിച്ചു, 3 നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചു. ഇതുവരെയുള്ള ആർക്കും നേടാൻ കഴിയാത്ത കാര്യമാണ് രാജീവ് ചന്ദ്രശേഖരൻ. അതാണ് അത് ഫോക്കസ്ഡ് അവിടെയാണ്. അല്ല, അതാണ് മാധു, അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, ഇത്രയും നാളും എന്താ സംഭവിച്ചത്? ഇത്രയും നാൾ കിട്ടിയ പൈസ കേരള സംസ്ഥാനം മുഴുവൻ ചെലവാക്കി. ഇപ്രാവശ്യം കിട്ടിയ പൈസ പുള്ളിൻ്റെ മണ്ഡലത്തിൽ തന്നെ ചെലവാക്കി. അപ്പോൾ പ്രശ്നം അവസാനിച്ചല്ലോ. അപ്പോൾ പറയുമ്പോൾ മൊത്തത്തിൽ കിട്ടി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം കോർപ്പറേഷനോ തന്നെയുള്ള അവസ്ഥ. കാരണം വേറെ കോർപ്പറേഷനൊന്നും നോക്കിയില്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം ഫോക്കസ് ചെയ്ത് പ്രസിഡന്റ് സെക്രട്ടറി അവിടെ തന്നെ വർക്ക് ചെയ്തു. ബാക്കി സംസ്ഥാനം മുഴുവൻ BJP പോയാലും ഞാനെന്തോ നേടിയെടുത്തുള്ള പെർസെപ്ഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. Meet the editors.